കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ശരത്തും വിക്കിയും അവിടെയുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പലതരം പോസിൽ ഫോട്ടോസ് എടുക്കാൻ തിരക്കിലാണ്. പെട്ടെന്നാണ് ശരത്ത് വിക്കിയുടെ ഫോൺ ഗാലറി നോക്കിയത്. അതിൽ മുഴുവൻ അബിയുടെ കാൻഡിഡ് ഫോട്ടോസ്. അടപ്പാവി, ഒരു പെണ്ണറിയാതെ അവിടെ ഫോട്ടോസ് എടുക്കാൻ തെറ്റാണെന്ന് അറിയില്ലടാ നിനക്ക്. അത് കേട്ടതും വിക്കി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആ അതിന് തന്നേ. ഏയ് ഇല്ല മോനെ. അവരാ ഫോണിന് വേണ്ടി പിടിയും വലിയായി. ഈ സമയം അപ്പുറത്തെ റോഡിൽ നിന്നും ചിന്നു ശ്രേയെ ബൈക്കോട്ടി പഠിപ്പിക്കാൻ തിരക്കിലായിരുന്നു. ഡി, ഇതാണ് ബ്രേക്ക്, ഇതാണ് ആക്സിലേറ്റർ. ആദ്യം ബൈക്ക് ഓട്ടുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓട്ടിയാൽ മതി. അങ്ങനെ ചിന്നു ഓരോന്നായി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യമൊക്കെ ചിന്നു അവളുടെ പുറകിൽ നിന്ന് ഓട്ടാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ധൈര്യം വന്നതും അവൾ തനിയെ ഓട്ടി നോക്കാൻ പറഞ്ഞു. അവൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. എന്താടി ഇത് പോവാത്തെ? ശ്രേയ ചോദിച്ചു. എടി ആക്സിലേറ്റർ ഒന്ന് ചെറുതായിട്ട് മുറുക്കി പിടി. അവൾ ചെറുതായിട്ടൊന്ന് മുറുക്കി. എന്നിട്ടും ബൈക്ക് അനങ്ങിയതേയില്ല. നന്നായി മുറുക്കിടി. ഇങ്ങനെയാണോ? ആ അങ്ങനെ തന്നെ. വണ്ടി ചെറുതായി മുന്നിലേക്ക് പോവാൻ തുടങ്ങി. ആ ഇനി കുറച്ചുകൂടി മുറുക്ക്. ഇനി എങ്ങനെയാ? നന്നായി മുറുക്കടി. അത് കേട്ടതും ശ്രേയ അതിനെ ഒറ്റയടിക്ക് പിടിച്ച് മുറുക്കി. വണ്ടി ഒടുക്കത്തെ സ്പീഡിൽ ഓടാൻ തുടങ്ങി. അയ്യോ ഞാൻ പോണു. ശ്രേയ പേടിച്ച് അലറാൻ തുടങ്ങി. അത് കണ്ടതും ചിന്നു പിന്നാലെ ഓടി വന്നു. പക്ഷേ അവളെക്കാളും സ്പീഡിലാണ് വണ്ടി ഓടുന്നത്. ഡി നിർത്തടി, ചിന്നു ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു. എങ്ങനെ? ശ്രേയ കത്തി നിലവിളിച്ചു. എടി ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്ക്. അത് എവിടെയാണെന്ന് പറയടി. അത് കേട്ടതും ചിന്നുവിന്റെ എല്ലാ കളികളും കൂടുവിട്ട് കൂടുമാറിപ്പോയി. അപ്പോഴായിരുന്നു വിക്കിയുടെ ഫോണും പിടിച്ച് അവനെ കളിയാക്കിക്കൊണ്ട് ശരത്ത് റോഡിലേക്ക് ഇറങ്ങി ഓടി വന്നത്. അവന്റെ പിന്നാലെ വിക്കിയും ഫോണിന് വേണ്ടി ഓടി വരുന്നുണ്ട്. പെട്ടെന്നാണ് വിക്കി കണ്ടത് അവന്റെ നേർക്ക് ഒരു പെണ്ണ് ബൈക്കും കൊണ്ട് വരുന്നത്. അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതത്ര പന്തിയല്ലെന്ന്. ഡാ ശരത്തേ, അതും പറഞ്ഞുകൊണ്ട് വിക്കി കണ്ണടച്ച് നിന്നു. ഡി ശ്രേയേ, ബ്രേക്ക് ചവിട്ടടി. ചിന്നു കണ്ണടച്ച് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണടച്ച് തുറക്കും മുമ്പേ ബൈക്ക് വന്ന് ശരത്തിന്റെ ബാക്കിലിടിക്കലും അവൻ റോഡിന് സൈഡിലുള്ള കുറ്റിച്ചെടികൾക്കിടയിലേക്ക് തെറിച്ച് വീഴലും അവൾ സഡൻ ബ്രേക്കിട്ട് നിർത്തിലൊപ്പമായിരുന്നു. അവന്റെ കയ്യിലുള്ള ഫോൺ എവിടേക്കോ തെറിച്ചുപോയി. ശരത്തൊഴിച്ച് ബാക്കി മൂന്നുപേരും വായും പൊളിച്ച് നിന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ശ്രേയ. വിക്കി ഓടിപ്പോയി ശരത്തിനെ പിടിച്ചെണീപ്പിച്ചു. അവനെ നെറ്റിപ്പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. കൈമുട്ടും കാൽമുട്ടൊക്കെ നല്ലപോലെ ചെരവിയിട്ടുണ്ട്. ചിന്നു ഓടി അവന്റെ അടുത്തേക്ക് പോയി. ശ്രേയ ആണെങ്കിലോ ബൈക്കിൽ നിന്നിറങ്ങി സ്റ്റാൻഡിട്ട് നിർത്തി അവന്റെ വായിന്നുള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ട് റെഡിയായി നിന്നു. അവൻ മുറിവിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. ഏട്ടാ എന്തെങ്കിലും പറ്റിയോ? ചിന്നു ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ബൈക്കിന്റെ അടുത്തേക്കുന്ന ശ്രേയയെ കണ്ടതും അവൻ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി. നടക്കുമ്പോൾ കാല് നല്ല വേദന തോന്നിയെങ്കിലും അപ്പോഴത്തെ ദേഷ്യത്തിൽ ആ വേദനയൊക്കെ പമ്പ് കടന്നു. ഡി ആരാടി നീ? നിനക്ക് കണ്ണു കണ്ടൂടെ? സോറി ഏട്ടാ, ഞാൻ അറിയാതെ. എന്താ അറിയാതെ? നീ ഇടിച്ചിടിൽ ഞാൻ കൊക്കയിൽ വീണെങ്കിലോ ആര് സമാധാനം പറയും? നീ വന്ന് പറയോന്ന്. അവന്റെ അലർച്ചയിൽ നെറ്റിൽ നിന്ന് ചോര നന്നായിട്ട് ഒലിക്കാൻ തുടങ്ങി. മുഖമൊക്കെ ദേഷ്യം വന്ന് വലിഞ്ഞു മുറുകി. ശ്രേയാണെങ്കിലോ ഇപ്പൊ കരയുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏട്ടാ അവൾക്ക് അറിയാതെ പറ്റിയതാ. അവൾ ആദ്യമായിട്ടാ ബൈക്ക് ഓടിക്കുന്നേ. ഓ അപ്പൊ ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അത് കണ്ടവന്റെ നെഞ്ചത്ത് കയറുന്നുണ്ടോ? പറയടി. അതും പറഞ്ഞുകൊണ്ട് അവൻ ശ്രേയെ തല്ലാൻ പോയതും വിക്കി വന്ന് അറിഞ്ഞു. ഡാ വേണ്ട വിട്, ഇതങ്ങനെ വിടാൻ പറ്റില്ലടാ. ഞാൻ കംപ്ലൈന്റ് കൊടുത്താലേ എന്താവുന്ന അറിയോ നിനക്ക്? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച ഒരാൾ ഇടിച്ചതിന് 5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതിന് ഏട്ടനല്ലേ ബൈക്കിന് മുന്നിലേക്ക് വന്ന് ചാടിയത്? ശ്രേയ തലയാഴ്ത്തിക്കൊണ്ടെന്ന് പറഞ്ഞു. നീ വീണ്ടും എന്നെ മെക്കിട്ട് കയറാൻ വരുന്നോടി. അവൻ ഒരു കൈ കൊണ്ട് നെറ്റിയിലും മറു കൈ കൊണ്ട് അവളെ തല്ലാൻ പോയതും അത്ര നേരം അടക്കി വെച്ചിരുന്ന അവളുടെ കണ്ണീര് അണക്കെട്ട് പൊട്ടിയ പോലെ ഒഴുകി. അവൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അയ്യോ പെങ്ങളെ കരയല്ലേ, വിക്കി അവളെ ആശ്വസിപ്പിച്ചു. ഇത്ര പെട്ടെന്ന് എവിടുന്ന് വന്നു ഇത്ര സ്നേഹം എന്ന ചോദ്യത്തോടെ ശരത്ത് വിക്കിയെ നോക്കിയതും അവൻ മുഖം തിരിച്ചു. ഡി ശ്രേയ കരയില്ലേ, ചിന്നു ആശ്വസിപ്പിച്ചു. ഓ അപ്പൊ ശ്രേയ എന്നാണോ പേര്? എന്നാ വീട്ട് അഡ്രസ്സും കൂടി താ, എന്നിട്ട് വേണം എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് കംപ്ലൈന്റ് കൊടുക്കാൻ. അവൾ മുമ്പത്തേക്കാൾ അധികം ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. അത് കണ്ട് അവനൊന്ന് ചിരി വന്നെങ്കിലും അത് മറച്ചു പിടിച്ചു. ഏട്ടാ കംപ്ലൈന്റ് കൊടുക്കല്ലേ പ്ലീസ്. അടുത്ത ആഴ്ച എനിക്ക് എക്സാമാ, അത് എഴുതിയില്ലെങ്കിൽ എന്റെ ഫ്യൂച്ചർ. ആ മതി നിർത്ത് നിന്റെ കരച്ചില്. അവനൊന്ന് കൂളായതും പറഞ്ഞു. എന്നാ അവളുണ്ട് കേൾക്കുന്നു. അതേ ശബ്ദത്തിൽ തന്നെ കരയാൻ തുടങ്ങി. നിർത്ത് എടി നിർത്താൻ. ഇത്തവണ അവന്റെ അലർച്ച കേട്ടതും അവൾ വായ പൊത്തി പിടിച്ചുകൊണ്ട് കരച്ചിൽ നിർത്തി. ആ ഷാളിങ്ങതാ. അവൻ അവളുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ? ചോദ്യം ചോദിക്കാതെ താടി. അവൾ പിന്നൊന്നും ആലോചിച്ചില്ല, അതഴിച്ച് അവന് കൊടുത്തു.
അവൻ അതിനെ മടക്കി രണ്ടാക്കി നെറ്റിൽ ചുറ്റി വരിഞ്ഞു മുറുകെ കെട്ടി. വിക്കി തെറിച്ചു പോയ അവന്റെ ഫോണിന്റെ അസ്ഥികൂടൊക്കെ പെറുക്കിയെടുത്തു. നിന്നെ ഇനി എന്റെ മുന്നിൽ കണ്ടുപോരുത് കേട്ടല്ലോ. അവൻ അവളെ നോക്കി ഒരു വാണിംഗ് പോലെ പറഞ്ഞുകൊണ്ട് വിക്കിയെയും കൂട്ടിപ്പോയി. ഡി നിനക്കെന്താ വട്ടാണോ? നിന്റെ സ്വഭാവം വെച്ച് മുഖത്തടിച്ച പോലെ 4 പറയുന്ന വിചാരിച്ച് പെണ്ണ് കിടന്ന് കരയുന്നു. ഛേ മോശം. ഒന്ന് പോടി, അയാൾ പറഞ്ഞു കേട്ടില്ലേ കംപ്ലൈന്റ് കൊടുക്കുന്നു. അതാ ഞാൻ അവസാനത്തെ അടവ് പ്രയോഗിച്ച്, അല്ലാതെ ഞാൻ പേടിച്ചിട്ടൊന്നല്ല. അറിയണ്ട്. ഹർഷനും തേജും നടന്ന് അവസാനം എങ്ങനെയൊക്കെയോ അതിന്റെ മുകളിലെത്തി. വലിയ കാര്യത്തിൽ അവളെയും പൊക്കിയെടുത്തുകൊണ്ട് നടന്ന, പക്ഷെ പകുതി എത്തിയപ്പോഴേക്കും അവന് മതിയായി. പിന്നെ അവളെ താഴെ നിർത്തി രണ്ടും കൂടി മുകളിലേക്ക് നടന്നു. അവിടുത്തെ കാഴ്ച കണ്ടതും അവൾ വായും പൊളിച്ച് നോക്കിയെന്നു. അവിടുന്ന് നോക്കിയാൽ ഊട്ടിയിലെ 1/3 ഭാഗം കാണാം. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുന്നുള്ള വ്യൂ പോയിന്റ്. പക്ഷെ പ്രതീക്ഷിച്ചിലധികം നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അവൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം തന്നെ കാണുന്നത്. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഹർഷേട്ടാ താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി സ്ഥലം. ഇനിയും കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒന്നുകൂടെ അവന് നെഞ്ചിലേക്ക് മുഖാമർത്തി ചേർന്ന് നിന്നു. ഹർഷേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറ. ഞാൻ ഇങ്ങനെ തന്നെ കുറെ നേരം നിന്നോട്ടെ? ഇതിനൊക്കെ ഇങ്ങനെ അനുവാദം ചോദിക്കണം? അത് കേട്ടതും അവൾ മുഖമുയർത്തി അവൻ നോക്കി. എന്തേ? ഓ അപ്പൊ ഈ ഹിറ്റ്ലർക്ക് റോമി ആവാനും അറിയാലേ? അത് കേട്ടതും അവൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. തേജു ഞാനിപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ പറയണം. എന്ത് കാര്യം ഹർഷേട്ടാ? വാ ഇരിക്ക്. രണ്ടുപേരും കൂടെ അവിടെ ഒരു പാറയുടെ മുകളിലായി കാൽ നീട്ടിയിരുന്നു. നിനക്കറിയാലോ എൻ്റെ സ്വപ്നം ക്രിക്കറ്റ് മാത്രമാണെന്നുള്ളത്. ഇതെന്ത് ചോദ്യ ഹിറ്റ്ലറെ? അതല്ലടി, ഇനി കൂടിപ്പോയൊരു 4 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞു. അതിനുശേഷമാണല്ലോ ജീവിതത്തിലെ റിയാലിറ്റിയിലോട്ട് നമ്മൾ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സമയമാണുള്ളത്. അതിനിപ്പോൾ എന്താ? എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനടുക്ക് എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ നിന്നെ തനിച്ച് കാണാനും ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ഒന്നും ഉറപ്പ് തരാൻ തേജു, ഞാൻ എത്ര ദൂരെ പോയാലും എന്ത് തന്നെ സാധിച്ചാലും എൻ്റെ ഈ മനസ്സ് അത് നിനക്ക് മാത്രമുള്ളതാണ്. നിന്റെ സ്ഥാനത്ത് വേറെ ആരും വരില്ല. ഹർഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച പോലെ അവളോട് ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ആ സമയം അവൻ്റെ മുഖത്തെ സീരിയസ്നെസ് കാണാൻ പോലും നല്ല ഭംഗിയായിരുന്നു. അവൻ പറഞ്ഞൊന്നും കാര്യമാക്കാതെ അവൾ അവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരുന്നു. ഫൈനൽ സെം എക്സാം ദിവസമാണ് അടുത്ത രഞ്ജി ട്രോഫി മാച്ച് വരുന്നത്. എന്നത്തെയും പോലെ തമിഴ്നാട് ടീമിൽ നിന്ന് ഇത്തവണ ഞാനുണ്ട്. കഴിഞ്ഞ തവണ എന്തുകൊണ്ടോ എനിക്ക് ഇന്റർനാഷണൽ ടീമിലേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാനത് നേടിയെടുത്തിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇതിനിടയിൽ എക്സാമൊന്നും എനിക്ക് വിഷയമല്ല. നീയും മറ്റുള്ള കാമുകിമാരെ പോലെ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊന്നും പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ പാടില്ല. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ. കുറേ നേരം കഴിഞ്ഞു അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവനവിടെ നേർക്ക് നോക്കി. അവൾ അപ്പോഴും താടി കൈ കൊടുത്ത് അവനെ നോക്കിയിരിക്കുന്ന തിരക്കിലായിരുന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഇല്ല ഒന്നുമില്ല. പറയടി. ഇതൊക്കെ ഹർഷേട്ടൻ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. ഞാൻ ഒരിക്കലും ഹർഷേട്ടൻ്റെ സ്വപ്നത്തിലേക്കുള്ള പാതയിൽ തടസ്സമായിട്ട് നിൽക്കില്ല. പക്ഷേ ഹർഷേട്ടൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപോലെ കാണാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും. എനിക്കറിയാം ഈ ഹർഷവർദ്ധൻ ഒരു നാൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവുന്നു. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ബോൾ അടിച്ച് തെറിപ്പിക്കുന്ന ഹർഷനെയല്ല, മറിച്ച് തല്ലാൻ വരുന്ന ആളെ മുന്നും പിന്നും നോക്കാതെ പറപ്പിച്ചെല്ലുന്ന ഹിറ്റ്ലറെയാ. അവൾ അവൻ്റെ തോളിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കുറേ നേരത്തേക്ക് അവരൊന്നും സംസാരിച്ചില്ല. തേജു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയില്ലറേ. മേ ബി നമ്മുടെ ഈ റിലേഷൻ നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലോ? വീട്ടുകാർ കാണിച്ചിരുന്ന പയ്യനെ കിട്ടും. ഇത് കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അപ്പോൾ ഹിറ്റ്ലർക്ക് പേടിക്കാനും അറിയാം അല്ലേ? എടി ലൂസേ, ഒരു സെക്കൻഡ് എനിക്ക് അറ്റാക്ക് വന്ന പോലെ തോന്നി അവിടെ ഒരു ഓഞ്ഞ ഡയലോഗ്. ഹർഷേട്ടനൊരു കാര്യം അറിയും, ഞാൻ അച്ഛനും അമ്മക്കും ഒരു മോളായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും വീട്ടുകാർ സമ്മതിച്ചു തരും. ഇതൊക്കെ നിന്റെ തോന്നലാ മോളെ. സത്യമായിട്ട് ഹർഷേട്ടാ, അച്ഛനും അമ്മയും ലവ് മാരേജ് ആയതുകൊണ്ട് അധികം എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കല്യാണ സമയമാകുമ്പോഴേക്കും ഹർഷേട്ടൻ കൊമ്പത്തെത്തില്ലേ? നിനക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടോ എൻ്റെ കാര്യത്തിൽ? നിങ്ങളെക്കാളും. അത് കേട്ടതും അവനവളെ നോക്കി, അവളും അവനെ നോക്കി. പതിയെ അവരുടെ മുഖങ്ങൾ തമ്മിൽ അടുത്തേക്ക് വന്നു. അവൾ കണ്ണടച്ചിരുന്നു. അവൻ അവളുടെ എക്സ്പ്രഷൻ കണ്ടതും ചിരിക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അവൻ്റെ ചിരി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇത്ര നാളും നിന്നെ വായാടിയെ കണ്ട് ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത്. എന്നോട് ചിരിച്ചുകൊണ്ടിരുന്നോ? ഞാൻ പോണു. ശരിക്കും നിങ്ങളൊരു അൺറൊമാൻറ്റിക് മൂരാച്ചി തന്നെ. അതും പറഞ്ഞ് അവൾ എണീറ്റതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? വാ ഇരിക്ക്. പിന്നെ ഈ തണുപ്പിന് എനിക്ക് വയ്യ ഇരിക്കാൻ. അത്രക്ക് തണുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ
എന്നാ ഞാൻ മാറ്റി തരട്ടെ? ഛേ, അവളവൻ്റെ കൈ തട്ടി മാറ്റി അവിടുന്ന് പോയി. എടി നിക്കടി. അവനും അവിടെ പിന്നാലെ ഓടി. കുറെ നേരത്തെ സൈക്കിൾ സവാരിക്ക് ശേഷം അവർ വീടെത്തി. വീടിന്റെ മുന്നിൽ കാർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അങ്കിളും ആന്റിയും എത്തിയിട്ടുണ്ടെന്ന്. അവൻ സൈക്കിൾ നിർത്തിയതും അവൾ ഇറങ്ങി അവനെയും ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് പോയി. ഡി, എന്തിനായി ഇപ്പൊ എത്ര ദേഷ്യം? അവളുടെ പോക്കണ്ട് അവൻ ചോദിച്ചു. അത് കേട്ടതും അവൾ തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് തന്നെ ഓടിക്കൊണ്ടുവന്ന് അവന്റെ മേലെ ചാടിക്കേറി കവിളിൽ ഒറ്റക്കടി. ആ, പെട്ടെന്നായതുകൊണ്ട് അവൻ നന്നായി വേദനിച്ചു. ഇതെനിക്ക് ഉമ്മ തരാമെന്ന് എന്നെ ശശിയാക്കിയതിന് എടീ. അതും പറഞ്ഞുകൊണ്ട് അവൻ സൈക്കിളിന്റെ കണ്ണാടിയിൽ അവൾ കടിച്ച ഭാഗത്തേക്ക് നോക്കി. മുകളിൽ 4 പല്ല്, താഴെ 4 പല്ല്, അതും റൗണ്ട് ഷേപ്പ്. ഇപ്പൊ കണ്ടാൽ മുഖത്ത് സീൽ വെച്ച പോലെ തോന്നും. അവൾ അവനെ നോക്കി കണ്ണടച്ചുകൊണ്ട് ഓടി. പിന്നാലെ അവനോടി കുറച്ചു ദൂരം എത്തിയതും ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ഈശ്വരൻ, ഈ അടയാളം ആരെങ്കിലും കണ്ട മാനം പോവുമല്ലോ. അവൻ കവിളിൽ കൈവച്ചുകൊണ്ട് അകത്തേക്ക് പോകണോ വേണ്ടെന്ന് ആലോചിച്ചിരുന്നു. പെട്ടെന്നായിരുന്നു ക്രിസ്റ്റി ഓടി വന്ന് ഹർഷിന്റെ മുഖത്ത് കേക്ക് പുരട്ടിയത്. ആഹാ, രോഗി ഇച്ഛിച്ചവും പാല്, വൈദ്യം കൽപ്പിച്ചവും പാല്. ഹർഷിന്റെ കയ്യിൽ നിന്ന് ഒരു അടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവനത് ചെയ്ത്. എന്നാൽ സംഭവിച്ച വേറെ. താങ്ക്സ് മച്ച. അവൻ ക്രിസ്റ്റിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയി. ഇവനിതെന്തു പറ്റി? സാധാരണ ഇമാതിരി പരിപാടികളൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ലല്ലോ. ഹർഷൻ പോണം നോക്കി അവൻ പറഞ്ഞു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. ഗിഫ്റ്റ് കൊടുക്കലും കേക്ക് മുറിക്കലും മുഖത്ത് വാരിത്തേക്കലും എല്ലാമായി സമയം പോയതേ അറിഞ്ഞില്ല. ശരത്തും മിക്കയും അതിനുശേഷം തിരിച്ചു വന്നില്ല. അവരെയും തിരക്കി ലോകേഷും മെൽവിനും പോയി. അവസാനം ചെന്നെത്തിയതോ ഹോസ്പിറ്റലിൽ. പൂജ കഴിയുന്നോ ഡേവിഡിന്റെ മുന്നിൽ തനിച്ച് പെടാതെ നോക്കി. അവനും പിന്നെ ഹർഷനെ കിട്ടിയപ്പോൾ അവൾ ഒരു പൊടിക്ക് പോലും നോക്കാൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഫ്രീ പീരീഡ് കിട്ടിയതുകൊണ്ട് എല്ലാം കൂടി ക്യാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു. അവരെ കണ്ടതും ഇന്ദ്രനും അവരോടൊപ്പം കൂടി. ദാ ശരത്തെ, നിന്റെ നെറ്റിയിലെന്നടാ? ഇന്ദ്രൻ അടുത്തുള്ള മെൽവിന്റെ തോളിൽ കൈയിട്ടിരുന്നുകൊണ്ട് ചോദിച്ചു. എന്തു പറയാൻ ഇന്ദ്രേട്ടാ, ഒരു പെണ്ണിവനെ ഇടിച്ചു വീഴ്ത്തി. വിക്കി പറഞ്ഞു. അതെയോ? അതെ അതെ, അവളെന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. അവൻ കൈമടക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, അതൊക്കെ വിട്. എവിടെ വെച്ച സംഭവം? കാടിൻ്റെ അടുത്തുള്ള ആ തോട്ടമുള്ള സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ മേലെ ആയിട്ട തെറ്റ്. ഇവൻ പിന്നിൽ ബൈക്ക് വരുന്ന പോലെ അറിയാതെ അതിനു മുന്നിൽ പോയി ചാടിയതാ. ആ, അപ്പോൾ നിനക്ക് വേണ്ടതാ. അത് കേട്ടതും എല്ലാവരും ചിരിച്ചു. പിന്നെ കുറെ നേരം ചളിയടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മെൽവിൻ ഇന്ദ്രൻ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റായി മായ വന്നിരുന്നത്. അവളെ കണ്ടതും അവൻ ഫ്രീസ് അടിച്ച പോലെ അങ്ങനെ തന്നെ ഇരുന്നു. അവന്റെ നോട്ടം കണ്ട് ബാക്കിയുള്ളവരും ആ ദിശയിലേക്ക് നോക്കി. മായയെ കണ്ടപ്പോഴാണ് തേജുവിന് അന്ന് ഹർഷം പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. അവനൊന്ന് ചൊറിഞ്ഞു വിടാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇന്ദ്രേട്ടാ, എവിടേക്ക് ഇങ്ങനെ നോക്കുന്നേ? അവളൊന്ന് ആക്കി ചോദിച്ചു. ഞാൻ എവിടേക്ക് നോക്കാൻ? എനിക്കൊന്നും അറിയില്ലെന്ന് കരുതണ്ട. അത് കേട്ടതും എല്ലാവരും അവനെ ചോദ്യഭാഗത്തിൽ നോക്കി. പ്രത്യേകിച്ച് തനു. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യം പറ, നിങ്ങൾ മായ ചേച്ചിനല്ലേ നോക്കിയത്? ആ, അതിനിപ്പോ എന്താ? നിങ്ങൾ അവളെ എപ്പോൾ നോക്കിയത്? ഞങ്ങൾ കാഷ്വലായിട്ടാണ് നോക്കിയത്. പക്ഷെ ഇന്ദ്രേട്ടൻ നോക്കിയത് അങ്ങനെയല്ലല്ലോ. അത് കേട്ടതും തനു അവനെ ദേഷ്യത്തോടെ നോക്കി. മെൽവിൻ അവനെ ഒന്ന് അർത്ഥം വെച്ചുകൊണ്ട് നോക്കി. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? സത്യം പറ, നിങ്ങൾ ആ ചേച്ചിനെ ലൈനിടാൻ നോക്കിയതല്ലേ? അയ്യോ, ഞാനോ? ഒന്ന് പോടി. തനു ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. തനു, നീ ഇവള് പറയുന്നത് വിശ്വസിക്കണ്ട. എടി തനു, നിനക്കൊരു കാര്യം അറിയോ? ഇയാളെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ആ ഇരിക്കുന്നത്. ഇന്ദ്രേട്ടാ, മെൽവിൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, പ്രപ്പോസ് ചെയ്തു എന്നുള്ള സത്യം തന്നെ, പക്ഷേ അപ്പൊ ചെയ്തുല്ലേ? തനു എണീറ്റെന്നോട് ചോദിച്ചു. തനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇതുവരെ ഒരു പെണ്ണിനെ പോലും ആഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് മിണ്ടണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൾ പോയി. തുടരും.